സിപിഎമ്മിലെ വിമത നേതാക്കൾ ഉയർത്തിയ വെല്ലുവിളികൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞ് സിപിഎം നേതൃത്വം. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനും അമ്പലപ്പുഴയിൽ ജി സുധാകരനും നേടിയത് അട്ടിമറി വിജയം. നേതൃത്വത്തിന് അണികൾ നൽകിയ താക്കീതിൽ പകച്ച് സിപിഎം നേതൃത്വം. കേരളമൊട്ടാകെ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ വിറച്ച LDFന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് CPM വിട്ട പ്രമുഖർ നൽകിയ തിരിച്ചടിയാണ്. CPM ബന്ധം ഉപേക്ഷിച്ച് പുറത്തുവരികയും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച ജി സുധാകരന്റെയും വി കുഞ്ഞികൃഷ്ണന്റെയും ടി.കെ. ഗോവിന്ദന്റെയും തിളങ്ങുന്ന വിജയം ഇടതുമുന്നണി നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. CPMനെ വെല്ലുവിളിച്ച ഈ നേതാക്കൾക്ക് കെട്ടിവച്ച കാശുപോലും കിട്ടില്ല എന്നായിരുന്നു CPM കേന്ദ്രങ്ങളുടെ പ്രതികരണം. അമ്പലപ്പുഴ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ എക്കാലത്തെയും CPMന്റെ ഉരുക്കുകോട്ടകളാണ്. അവിടെയാണ് ചുവപ്പുകോട്ടകൾ ഈ വിധത്തിൽ തകർന്നടിഞ്ഞത്. വടക്കൻ കേരളത്തിൽ CPMനുണ്ടായിരുന്ന സമഗ്രാധിപത്യം ഇതോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് പാർട്ടി കോട്ടകൾ തകർന്നടിഞ്ഞ കാഴ്ചകൾ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു. 6 റൗണ്ട് പിന്നിടുന്നതുവരെ പിണറായി വിജയൻ പിന്നിലായിരുന്നു. ധർമ്മടത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു റൗണ്ടിലും ഇടതുപക്ഷം പുറകോട്ട് പോയിട്ടില്ല. അവിടെയാണ് 6 റൗണ്ട് വരെ പിണറായി പുറകിൽ പോയത്. അതുപോലെ തന്നെ കണ്ണൂരിലെ CPM കോട്ടകളിലെല്ലാം ആസൂത്രിതമായി വോട്ടുകൾ അട്ടിമറിഞ്ഞിട്ടുണ്ട്. ഈ 3 മണ്ഡലങ്ങളിലും അതിശക്തമായ താക്കീതാണ് CPM പ്രവർത്തകർ നേതൃത്വത്തിന് നൽകിയത്. കേരളത്തെ നയിക്കാൻ താൻ മാത്രമെന്ന ഏകപക്ഷീയ നിലപാട് ഉയർത്തി പിണറായിയുടെ മാത്രം കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ കേരളമൊട്ടാകെ ഉയർത്തിയെങ്കിലും ആവിധം അവകാശവാദങ്ങൾ CPM പ്രവർത്തകർ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിയതാണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് അനഭിമതനായി മാറിയത്. സിറ്റിംഗ് MLA TI മധുസൂദനനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം വ്യക്തമായ കണക്കുകൾ പ്രകാരം കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയെങ്കിലും അത് തള്ളി മധുസൂദനനെ സംരക്ഷിക്കുന്ന നടപടിയാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ടത്. മാത്രവുമല്ല, ഉയർന്ന ആരോപണങ്ങളെല്ലാം തള്ളി TI മധുസൂദനനെ പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. സാധാരണക്കാരായ പ്രവർത്തകരുടെ വികാരം അവഗണിച്ചായിരുന്നു ഇത്. ഇതിനെതിരെയാണ് കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതും അതിന് UDF പിന്തുണ നൽകിയതും. ആ നീക്കം വിജയിച്ചു. ഇടതുകോട്ടകളെ കുഞ്ഞികൃഷ്ണൻ തകർത്തു. തളിപ്പറമ്പിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ ഭാര്യ TK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി എന്ന വികാരം ഇടതു പ്രവർത്തകരിൽ ശക്തമായിരുന്നു. ഇതിനെതിരെ CPM വിമത നേതാവ് TK ഗോവിന്ദൻ രംഗത്ത് വന്നപ്പോൾ UDF അദ്ദേഹത്തിനും പിന്തുണ നൽകി. ആ വിസ്മയ നീക്കവും ഫലപ്രദമായി മാറി. തളിപ്പറമ്പ് എന്ന CPM കോട്ടയും ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നു. TK ഗോവിന്ദൻ അവിടെ മിന്നുന്ന വിജയമാണ് നേടിയത്. CPMലെ ജനപ്രിയ നേതാവായ ശൈലജ ടീച്ചർക്ക് സീറ്റ് നൽകാതെ ഒതുക്കാനുള്ള നീക്കമാണ് ആദ്യം മുതലേ നടന്നത്. മട്ടന്നൂരിൽ സീറ്റ് നൽകാതെ UDF കോട്ടയായ പേരാവൂരിലേക്ക് ടീച്ചറെ മത്സരിക്കാൻ അയച്ചു. ഇതിനെതിരെ ഉയർന്ന CPM പ്രവർത്തകരുടെ പ്രതിഷേധം കണ്ണൂരിലൊട്ടാകെ കത്തിപ്പടർന്നിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉയർത്തിയപ്പോൾ P ജയരാജനും EP ജയരാജനും അടക്കമുള്ള നേതാക്കൾ അതിന് പിന്തുണ നൽകിയിരുന്നു. പാർട്ടി നേതൃത്വം താക്കീത് നൽകിയതിനാലാണ് അവർ പരസ്യ പ്രതികരണത്തിൽ നിന്ന് മാറി നിന്നത്. എന്നാൽ അവരുടെ അണികൾ നേതൃത്വത്തിന് കനത്ത മറുപടി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പാർട്ടി നേരിട്ട പ്രതിസന്ധികളെ പരിഹരിച്ചതുപോലെ ഉയർന്നു പ്രവർത്തിക്കാൻ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിയുന്നില്ല എന്ന ആരോപണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ മനോഭാവത്തോടെ പെരുമാറുന്നുവെന്നും ശൈലജ ടീച്ചർ P ജയരാജൻ EP ജയരാജൻ തുടങ്ങിയ നേതാക്കളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന വികാരം CPM അണികളിൽ ശക്തമായിരുന്നു. ആവിധം പ്രതിഷേധങ്ങൾ വിമത പ്രവർത്തനങ്ങളായി കണ്ണൂരിൽ ഉടനീളം ആഞ്ഞടിച്ചിട്ടുണ്ട്. പിണറായി വിജയന് പോലും ഇഞ്ചോടിഞ്ച് പോരാടേണ്ടി വന്നത് അതുകൊണ്ടാണ്. പാർട്ടി അണികൾ കണ്ണൂരിൽ ഉയർത്തിയ താക്കീത് വരും ദിവസങ്ങളിൽ കേരളത്തിലൊട്ടാകെ ആഞ്ഞടിക്കുമെന്നത് ഉറപ്പാണ്. ഉന്നത നേതാക്കളടക്കം അതിൽ മറുപടി പറയേണ്ടി വരും എന്നതും സുവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ അലയടിച്ച ഈ താക്കീതിന് അതിശക്തമായ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്.